യുദ്ധവാർത്തകളിലെ നമ്മൾ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട്. പശ്ചിമ ബംഗാളിൽ നടക്കുന്ന വോട്ട് കൊള്ളനെ പറ്റിയാണ് നമുക്കതിൽ പറയാനുള്ളത്. നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോം 6 ഉപയോഗിച്ച് 13,000-ലേറെ വോട്ടുകൾ ചേർത്താൻ വേണ്ടിയിട്ട് BJP-ക്കാർ കാണിക്കുന്ന ചെറ്റത്തരമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അതായത് ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ അടുത്തോട്ട് 13,000-ഓളം കെട്ടുകണക്കിൽ ഫോം 6-ഉമായിട്ട് പുതിയ വോട്ടർമാരെ എവിടുന്നോ കുത്തിക്കണച്ചുണ്ടാക്കി കണക്കും എടുത്തിട്ട് ഇവന്മാരെ എടുത്ത് വന്നിട്ട് ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വന്ന ഒരവസ്ഥയാണ്. അത് ഇന്നലത്തെ അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകളും പത്രക്കാരും അത് പിടിച്ച സമയത്ത് എടുത്ത വീഡിയോസും കാര്യങ്ങളുമാണ്. അതായത് ഒരു BJP പ്രവർത്തകൻ ഒരു ചാക്കിൽ കെട്ടിയിട്ടാണ് ഈ 13,000 വോട്ടേഴ്സിൻ്റെ ഫോം 6-ഉമായിട്ട് വന്നിട്ടുള്ളത്. നേരിട്ട് സമർപ്പിച്ച് ഇത് കുത്തിക്കയറ്റി വോട്ട് കള്ളത്തരം, സിമ്പിളായിട്ട് പറഞ്ഞാൽ വോട്ട് കള്ളത്തരം. ഇത്തരത്തിൽ എന്തൊക്കെ ചെറ്റത്തരങ്ങളാണ് ഇവന്മാർ കാണിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് ഇത് കണ്ടിട്ട് പോലും നമ്മുടെ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷേ ഇതിനെതിരെ ഒരു നിയമപരമായിട്ടുള്ള ഒരു രീതിയിലും ഇതിനെതിരെ കേസെടുക്കാനോ അല്ലെങ്കിൽ കേസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു കോടതിയിലെത്തി അതിനൊരു തീരുമാനം ഉണ്ടാക്കാനോ പറ്റാത്ത രീതിയിൽ നമ്മുടെ രാജ്യം അധപതിച്ചിട്ടുള്ള അവസ്ഥയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിലെ സംഭവം അതായത് ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ കെട്ടിടത്തിന് ഉള്ളിലേക്ക് ഈ ഒരു 13,000-ഓളം വരുന്ന ഫോം 6-ഉമായിട്ടാണ് ഒരു BJP പ്രവർത്തകൻ വന്നതായിട്ട് കാണുന്നത്. അപേക്ഷാ ഫോമുകൾ ദൃശ്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ഇത് ക്യാപ്ചർ ചെയ്ത് അല്ലെങ്കിൽ അവിടുത്തെ പത്രങ്ങൾക്ക് അറിയിച്ചതും അവരാണ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. വ്യക്തികൾ കൂട്ടത്തോടെ ഒരേ സമയം 300-400 ഫോമുകൾ സമർപ്പിക്കുന്നതും ഇതിൻ്റെ കൂട്ടത്തിൽ നടന്നിട്ടുണ്ട്. ഇതൊന്നും നിയമപരമായിട്ട് ഒരിക്കലും അപ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതായത് ഈ ഫോമുകൾ എന്തുകൊണ്ട് ജുഡീഷ്യൽ ഓഫീസർമാർക്ക് പകരം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ കൈകാര്യം ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക ബേസ് ലെവലിൽ, അതായത് നമ്മുടെ ഇപ്പം BLOമാർ എടുത്ത് അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു കണക്കുണ്ട്, അവർക്ക് ഇത്ര നമ്പേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ 300-ഉം 400-ഉം 600-ഉം അല്ലെങ്കിൽ 13,000 ഒന്നും എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ഇത് കളക്ട് ചെയ്തിട്ട് വേണമായിരുന്നു ചെയ്യേണ്ടത്. ആ സമയം പോലും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലും കഴിഞ്ഞ സമയത്താണ് വെറും ഒരു BJP പ്രവർത്തകൻ ആയിരക്കണക്കിൽ ഫോമുകളുമായിട്ട് നേരിട്ട് ഇലക്ഷൻ ഓഫീസറുടെ അടുത്ത് വന്നിട്ട് സാഷ്ടാംഗം കൊടുത്ത് കയറ്റിക്കൊള്ളാൻ പറഞ്ഞൊരവസ്ഥ. ഈ ഫോമുകൾ എന്തുകൊണ്ട് ജുഡീഷ്യൽ ഓഫീസർമാർക്ക് പകരം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവും പറയാൻ ഈ ചീഫ് ഇലക്ഷൻ ഓഫീസർക്ക് പറ്റുന്നില്ല. ഇനി CCTV ദൃശ്യങ്ങൾ എടുക്കണം, ഇതുപോലെ മുമ്പ് നടന്നിട്ടുണ്ടോ, എത്ര ദിവസങ്ങളായിട്ട് ഇതുപോലെ വോട്ട് കളവ് നടക്കുന്നുണ്ട് എന്ന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിലുള്ള നടപടികളും കാര്യങ്ങളും ഒന്നും ഇതുവരെ ആയിട്ടില്ല. ഇനി ഇതൊരു സർക്കാർ ഓഫീസാണെന്നും ആർക്കും പരാതികളും രേഖകളും നൽകാമെന്നുമാണ് CA വ്യക്തമാക്കിയിട്ടുള്ളത്. ആർക്കും വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ അപേക്ഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് സർക്കാർ ഓഫീസാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവരുടെ ആരോപണങ്ങൾ ആരോപണങ്ങളല്ല വിത്ത് പ്രൂഫുള്ള കാര്യങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ സംസാരിച്ചിട്ട് ഇപ്പം ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-മാരും നേതാക്കന്മാരൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സംഘർഷം ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ നടക്കുന്നുണ്ട്. അവിടെ നിരോധനാജ്ഞ വരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടുത്തെ സംഘർഷം കാരണം. ഏതാണെങ്കിലും അതിന് മഹുവ മൈത്ര വന്നിട്ട് ചില പ്രസ്താവനകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. Hello, this is Mahua Moitra, Member of Parliament from the All India Trinamool Congress. I'd like to bring to everyone's attention the completely shocking and unacceptable events that have been... നമുക്കതിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകും. അവർ പറയുന്നത് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനായിട്ടുള്ള ആയിരക്കണക്കിലെ ഫോം 6 അപേക്ഷകളുമായിട്ട് BJP പ്രവർത്തകൻ നേരിട്ട് ഇലക്ഷൻ ഓഫീസറുടെ ഓഫീസിലെത്തി എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പുറത്തോട്ട് വിട്ടിട്ടുള്ള ഈ ഒരു വീഡിയോയിലെ അവകാശവാദം. അതായത് വോട്ടർമാരുടെ അധികാരികത എത്രത്തോളം ഉണ്ട് എന്നാണ് ഇവരുടെ ആശങ്ക. ബംഗാളിന് പുറത്തുള്ള പല ആളുകളുടെ അഡ്രസ്സുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ പേരുകൾ ചേർത്തിട്ട് ഈ ഫോമുകൾ ഉപയോഗിക്കുന്നു എന്നാണ്. ഈ ഫോമുകൾ വെച്ചിട്ട് ലോഗിൻ വഴി അവിഹിതമായ സിസ്റ്റത്തിൽ കയറ്റാനാണ്, അതായത് കറക്റ്റുള്ള തെറ്റായിട്ടുള്ള സിസ്റ്റത്തിലൂടെ കയറ്റാനുള്ള പദ്ധതിയാണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് മഹുവ മൈത്ര ആരോപിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണിത്. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വൻതോതിൽ അപേക്ഷാ ഫോമുകൾ നേരിട്ട് CEO നൽകാൻ നിയമപരമായിട്ട് ഒരു വ്യവസ്ഥയില്ലാത്ത ഒരു സമയത്താണ് ഡയറക്റ്റ് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ വന്ന് BLOമാരൊന്നും അല്ല കേട്ടോ, BLOമാരും അവരുടെ ഓഫീസേഴ്സും ഒന്നുമല്ല,
നേരിട്ട് വന്ന് പാർട്ടി പ്രവർത്തകർ തോന്നിയ പോലെ ഫോം 6 എഴുതി ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഇലക്ഷൻ സിഇഒക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ചട്ടപ്രകാരം ഒരു വോട്ടർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ ഒരു ബൂത്ത് ലെവൽ ഏജന്റ്, അതായത് BLM വഴി പരമാവധി 50 ഫോമുകൾ മാത്രമേ ബൂത്ത് ലെവലിൽ BLMമാർക്ക് സമർപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതൊരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ 100,000 ഫോമുകൾ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത് നേരിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർ എടുത്ത് അവരെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്നാണ് മഹുവ മൊയ്ത്ര ചോദിച്ചിട്ടുള്ളത്. ഇനി സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ പ്രകാരം വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള അപ്പീലുകൾ ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ ട്രിബ്യൂണലിലൂടെയാണ് നടത്തേണ്ടതെന്നും പുതിയ ഫോം 6 വഴി ഇത് ചെയ്യാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വിധിയുണ്ടെന്ന് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് സമയം കഴിഞ്ഞാൽ ഇങ്ങനെ വോട്ടിംഗ് ചേർത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ചേർത്തണമെങ്കിൽ അതൊരു സുപ്രീം കോടതിയുടെ ട്രിബ്യൂണൽ ത്രൂ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ജഡ്ജിയുടെ ഒരു ട്രിബ്യൂണൽ ടീമിൻ്റെ പക്ഷത്ത് മാത്രമേ ഇത്തരത്തിലുള്ള വോട്ടുകൾ ചേർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഇത്രയും 1000 വോട്ടുകൾ എങ്ങനെയാണ് ഈ ഒരു ഫോം 6 വഴി ഇതിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലോട്ട് ചേർത്തുന്നത്? ഒരു വലിയ ചോദ്യമാണ്. എങ്ങനെ പറ്റുന്നത്? എന്തും ചെയ്യാം. നമ്മുടെ സൈറ്റുകൾ നമ്മൾ വിചാരിച്ചു കേരളത്തിലെല്ലാം സെറ്റാക്കി നമ്മളെല്ലാം ഡിലീറ്റ് ചെയ്തത് കയറ്റി എല്ലാം കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ പിന്നെ കൂടെ എത്ര കളി കളിക്കുന്നുണ്ടാവും. ഇങ്ങനെ ബംഗാളിലുള്ളത് നമ്മൾ കണ്ണ്. അപ്പോൾ ഇനിയിപ്പം അടുത്ത ഇലക്ഷൻ നമ്മൾ കേരളത്തിലെ നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ പരിപാടികൾ ഇവന്മാർ ചെയ്തിട്ടുണ്ടാവുന്ന ഉള്ളതാണ് ഇവരുടെ ഒക്കെ ചോദ്യം. പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ വാലിഡിറ്റി എത്രയും നിങ്ങൾ നോക്ക്. രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് എത്രയും നോക്ക്. നമ്മളെപ്പോലത്തെ കുറേ പൊതുജനങ്ങൾ ഒന്നും ചിന്തിക്കാണ്ട് പോയി വോട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കുത്തിക്കയറ്റിട്ടുള്ള എന്താ പറയുക ബ്രസീലിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിലും ഇറക്കിയിട്ടുള്ള ഇമാതിരി ചെറ്റ പരിപാടികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടെന്ന് പച്ചക്ക് നമ്മുടെ മുമ്പിൽ വിത്ത് വീഡിയോ തെളിഞ്ഞിട്ട് പോലും ആക്ഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യ നാട്ടിൽ. അതുമാത്രമല്ല സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ നിലനിൽക്കെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ മഹാരാഷ്ട്ര, ഹരിയാന, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുവരെ അതിനൊന്നും ഒരു തീരുമാനങ്ങളും നമ്മുടെ രാജ്യത്ത് എടുത്തിട്ടില്ല. ആരൊക്കെയാണ് വോട്ട് കള്ളന്മാർ എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് കണ്ടതുമാണ് നമ്മളൊക്കെ. അപ്പം ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ധാരണയും ബാക്കി പല പരിപാടികൾ നടക്കുന്നുണ്ട്. അതൊക്കെ നടക്കും എന്നല്ലാണ്ട് ഇതിൽ നിന്നൊരു ആക്ഷനും എടുക്കാൻ നമ്മുടെ രാജ്യത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും ഇപ്പം ബയാസ്ഡായി നിൽക്കാൻ പറ്റാത്ത ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ ഇത് അന്വേഷിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും ഇപ്പം കഴിയില്ല. കാരണം ഇവന്മാരെല്ലാം ആസനം നക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്ന വെറും തേർഡ് റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റായി മാറിക്കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. എന്ത് ചെയ്യാനല്ലേ? ഇനി ഇതിനെ ന്യായീകരിക്കുന്ന സംഘി മലവാണങ്ങളുണ്ടെങ്കിൽ ഇനിയൊക്കെ വീട്ടിൽ പോയിട്ട് അത് തന്നെ അതെന്താണെന്നുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. കഷ്ടം.